ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. 34 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. സകല പ്രപഞ്ച സത്യങ്ങളും മനുഷ്യബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. തൻ്റെ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു അയാൾ. ഒരു ദിവസം ഒരു സദസ്സിന് മുന്നിൽ ഈ നിരീശ്വരവാദി തൻ്റെ ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ മറ്റൊരാൾ ആ വേദിയിലേക്ക് വന്നു. മുൻപ് മദ്യപാനിയായിരുന്ന ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ അദ്ദേഹത്തിൽ പതിഞ്ഞു. അദ്ദേഹം തൻ്റെ കൈവശമുണ്ടായിരുന്ന പൊതിക്കെട്ടിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് സാവധാനം പൊളിച്ച് തിന്നാൻ തുടങ്ങി. പ്രസംഗം നിർത്തി തന്നെ ശ്രദ്ധിക്കുന്ന നിരീശ്വരവാദിയെ നോക്കി ആ മനുഷ്യൻ ചോദിച്ചു, ഈ ഓറഞ്ച് മധുരിക്കുന്നതാണോ കഴിക്കുന്നതാണോ? തൻ്റെ പ്രസംഗത്തിന് തടസ്സം നേരിട്ടതിലുള്ള ദേഷ്യം ഉള്ളിലൊതുക്കാൻ പ്രയാസപ്പെടുകയായിരുന്നു നിരീശ്വരവാദി. ആ ചോദ്യം അയാളെ ക്ഷുഭിതനാക്കി. അയാൾ ഇങ്ങനെ പ്രതികരിച്ചു, അതെനിക്കെങ്ങനെ അറിയാം? തിന്ന് നിങ്ങൾക്കല്ലേ അറിയാവുന്നത്? ഭക്തനായ മനുഷ്യൻ സൗമ്യനായി ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തേ, ദൈവത്തെ രുചിച്ച് നോക്കിയവർക്കേ അവനെ സാക്ഷിക്കാൻ സാധിക്കൂ. രുചിച്ച് നോക്കാതെ അവൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കരുത്. ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം അത് അപ്പോസ്തലന്മാരുടെ അനുഭവത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. കർത്താവിനെയും അവൻ്റെ വചനങ്ങളെയും നമ്മുടെയും ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളാകുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിച്ചാൽ എത്രയോ നന്മകൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ നിന്നതല്ല, കർത്താവ് നമ്മളെ നിർത്തിയതാണ്. നാം ഒന്നും നേടിയതല്ല, എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. ഈ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഇന്നത്തെ വചന കേൾവി നമ്മേവരെയും സഹായിക്കട്ടെ. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ജീവിതത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ വഹിക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വിശ്വസ്തയോടുകൂടെ കർത്താവെ, അങ്ങയുടെ സാക്ഷികളായി ഈ ഭൂമിയിൽ അന്ത്യത്തോളം ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിച്ച് കർത്താവെ ബലപ്പെടുത്തണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.